മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരായി. മരട് പോലീസ് സ്റ്റേഷനിലാണ് നടൻ എത്തിയത്. കഴിഞ്ഞ ദിവസവും നടൻ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. പണം മുഴുവൻ താൻ നൽകിയതാണെന്നും ലാഭവിഹിതവും നൽകാൻ തയ്യാറാണെന്നും സൗബിൻ പ്രതികരിച്ചു. ലാഭം മാറ്റിവെച്ചിട്ടുണ്ടോ? എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. കോടതി പോയതുകൊണ്ടാണ് കോടതിയായിട്ട് തീരട്ടെ. അവര് പോയതല്ലേ, അപ്പൊ അവരായിട്ട് തീരുമാനിക്കട്ടെ. ബാക്കി കണക്കും കാര്യങ്ങളും നമ്മളെല്ലാവരും കൂടെ ആയിരിക്കാൻ തയ്യാറാണ്. അപ്പൊ അവർ തീരുമാനിക്കട്ടെ. അതിന്റെ അപ്പുറത്തേക്ക് ശരൺ എസ് നമുക്കൊപ്പം ചേരുന്നു. ശരൺ എസ്, സൗബിൻ ഷാഹിർ അന്വേഷണവുമായി സഹകരിക്കുകയാണ്, ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു, ഇടപാടുകളെല്ലാം തീർക്കാനും തയ്യാറാണ് എന്നതല്ലേ പ്രതികരണം? സുജയ, ഇടപാടുകളെല്ലാം തീർക്കാൻ തയ്യാറാണെന്നുള്ള പ്രതികരണമാണ് സൗബിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് സൗബിൻ ഷാഹിർ, ഒപ്പം തന്നെ ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ, ഈ 3 പേരും പർവ ഫിലിംസ് കമ്പനിയുടെ അംഗങ്ങളാണ്. അങ്ങനെ ഈ 3 പേരും ഇന്നലെ ചോദ്യം ചെയ്യലിനായി ഹാജരായിരുന്നു. മണിക്കൂറുകളോളം 3 പേരെയും ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് സൗബിൻ ഷാഹിർ വീണ്ടും മരട് പോലീസിന് മുന്നിൽ ഹാജരായിരിക്കുന്നത്. മരട് പോലീസ് പറയുന്നത് ഇന്നലെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും വിളിച്ചു വരുത്തിയെന്നുള്ളതാണ്. എന്തായാലും ഈ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയ ശേഷം സൗബിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇത്തരത്തിൽ നോട്ടീസ് നൽകിയതിന് പിന്നാലെ 14 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതിന് പിന്നാലെ ഈ 3 പേരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റിലേക്ക് കടന്നാൽ പോലും ജാമ്യത്തിൽ വിട്ടയക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുക. നേരത്തെ ഈ നിർമ്മാതാക്കൾക്കെതിരെ പ്രധാനപ്പെട്ട പരാതിയുമായി രംഗത്തെത്തിയിരുന്നത് അരൂർ സ്വദേശിയായ സിറാജാണ്. അദ്ദേഹം പ്രധാനമായും ആരോപിച്ചിരുന്നത് 7 കോടി രൂപയാണ് ഈ സിനിമയിൽ താൻ മുതൽ മുടക്ക് നടത്തിയത്. 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് നിർമ്മാതാക്കൾ ഇത് വാങ്ങിയിരുന്നത്. പക്ഷേ പിന്നീട് ഈ 7 കോടി രൂപയോ ലാഭവിഹിതം ഒന്നും തന്നെ നൽകാത്ത സാഹചര്യമായിരുന്നു. അത് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയോടുകൂടിയാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സൗബിൻ പോലീസിന് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രധാനമായും സൗബിൻ ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചതുപോലെ തന്നെയാണ് മൊഴിയായി നൽകിയിരിക്കുന്നത്. 2 മാസങ്ങൾക്ക് മുൻപാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട മുഴുവൻ ലാഭവിഹിതവും തനിക്ക് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകം ഈ വാങ്ങിയ 7 കോടി രൂപ തിരികെ നൽകിയിട്ടുണ്ട്. ലാഭവിഹിതം നൽകാൻ തയ്യാറാണെന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വഞ്ചന കേസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാ പ്രകാരമാണ് നേരത്തെ കേസെടുത്തതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇനി അടുത്ത പോലീസിന്റെ നടപടി എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായി മാറുക. ഓക്കെ, എസ് ശരണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.